കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി.കെ. രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ MS യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിമ്പോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. ശില്പി വി.കെ. രാജന്റെ കലയും ജീവിതവും തുടർന്ന് കേൾക്കാം. ആദ്യം തിരുവനന്തപുരത്ത് ചെയ്യുമ്പോൾ അങ്ങനെ വർക്കൊന്നും പറയാൻ പറ്റില്ല. തോന്നിയതൊക്കെ ചെയ്യുന്ന ശീലമായിരുന്നു. അതെന്ന് ഇപ്പോൾ എന്ത് കിട്ടിയാലും അത് ശില്പമാക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നെ അക്കാഡമിക് രീതി ഫോളോ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഡിഗ്രി ലെവലിൽ പോയിരുന്നത്. ഇതിൽ കുറച്ച് വർക്കുകൾ നല്ലതുണ്ട്. ഞാനൊരു പോർട്രേറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഈ സീഡ് പോലെ 2 ഫേസ് വെച്ച് വായു തുറന്നുള്ള സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബറോഡ എത്തുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഫിഗറേറ്റീവിലേക്ക് തന്നെ തുടങ്ങുന്നുണ്ട്. അന്ന് എല്ലാവരും ഫിഗറേറ്റീവ് അങ്ങനെ നമ്മളൊരു രീതിയിൽ ചെയ്യുമല്ലോ. അത് ഈ ഗ്രാമത്തിൻ്റെ പോർട്രേറ്റുകൾ നമ്മൾ ചെയ്തിരുന്നത്, ജനങ്ങളുടെ. അത് കഴിഞ്ഞ് ജപ്പാനിലെ വർക്ക് മുതലാണ് ഈ അബ്സ്ട്രാക്ഷൻ തുടങ്ങുന്നത്. കാവടി ചെയ്തു, ആ കാവടിയിൽ ഫിഗർ ഉപേക്ഷിച്ചു, പിന്നെ തുടങ്ങിയിട്ടാണ് ഈ അബ്സ്ട്രാക്ഷനിൽ എത്തുന്നത്. ആ ലെവലിൽ മുഴുവൻ തുടങ്ങുന്നത്. ഈ അബ്സ്ട്രാക്ഷൻ വരുന്നത് എന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ കൂടി മനുഷ്യരായിട്ട് അടുക്കുന്നത് ഫോമാണെന്ന് തോന്നുന്നു. ഫിഗർ വിഷ്വലി കാണുന്നൊരു ഇത് മാത്രമല്ല, അത് വിട്ട് നമുക്കൊരു ഇൻറ്റിമേസി പലപ്പോഴും ഇപ്പോൾ നമ്മൾ ശിവലിംഗം കാണുമ്പോഴൊരു ഇൻറ്റിമേസി നമുക്ക് ഭയങ്കരമാണ്. ചില പില്ലർ കാണുമ്പോഴൊരു ഇൻറ്റിമേസി ഭയങ്കര. ഇപ്പോൾ ശിവലിംഗം എന്ന് പറയുന്നത് അതിൻ്റെ ഫോം തന്നെ എനർജി ഫോമാണ്. ആ ഫോമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഫോം പണ്ട് അവർ കൺസീവ് ചെയ്തത്. അത് മനഃപൂർവ്വം അവർ ഉണ്ടാക്കിയിട്ടുള്ള കൺസീവ് ചെയ്തത്. പണ്ടത്തെ ശില്പികൾ ആ കാര്യത്തിൽ വളരെ ഫോമിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അതേപോലെ തന്നെ നമ്മളെ ഇപ്പോൾ ഈ സാഞ്ചിയിലെ ഒരു മതിലുണ്ട്. ആ മതിലുകൾ ഇങ്ങനെ ഇതാണ് വളരെ മോഡേണായിട്ട് ചെയ്തിട്ടുള്ളത്. പില്ലർ വെച്ച് നമ്മൾ ഈ മുളയുടെ അഴി വെച്ച് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സോപാനം നോക്കിയിട്ടുണ്ട്, അമ്പലത്തിലെ സോപാനങ്ങൾ, അത് എന്ത് ഭയങ്കര മനോഹരമാണ് സോപാനം ചെയ്തിട്ടുള്ളത്. എല്ലാം വളരെ വളരെ ഡിഫറൻറ്റും വളരെ വളരെ മനോഹരമാണ് ചെയ്തിട്ടുള്ളത്. ഫോമിനെ കുറിച്ചുള്ള സ്റ്റഡി ഉള്ളതുകൊണ്ടാണ് ആ വർക്കുകൾ അങ്ങനെ വരുന്നത്. അപ്പം അത് എനിക്ക് ആ ഫോമിൻ്റെ സ്റ്റഡി എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതാണ് ഈ അബ്സ്ട്രാക്ഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ അമ്പലങ്ങൾ യാത്ര, എനിക്ക് അമ്പലം ഇഷ്ടമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടും. പിന്നെ അത് നമുക്കത് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് യുക്തിവാദം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ മനുഷ്യനുണ്ടാക്കിയ ദൈവത്തിനെ വിശ്വസിക്കാം. മനുഷ്യനുണ്ടാക്കിയ ദൈവമുണ്ട്, അല്ലാതൊരു ദൈവമില്ല. കാരണം നമ്മൾ പരിണാമത്തിലൂടെ ഡെവലപ്പ് ചെയ്ത മനുഷ്യന്മാരാണ്. പിന്നെ ദൈവത്തിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ശക്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനും ആവശ്യം വേണ്ടിയിട്ട് ഈ സെമിറ്റിക് മതങ്ങളിലും ദൈവം ഉണ്ടാക്കിയില്ല. ഇന്ത്യൻ ഇതിൽ ദൈവത്തില്ല. നമ്മൾ ഗീതയിലൊന്നും ദൈവമില്ല. ഉള്ളിൻ്റെ ഉള്ളായ ഉള്ളെന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ സങ്കല്പമില്ല. പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളിലാണ് ദൈവം കൊണ്ടുവന്നുള്ളത്. ജാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ നമ്മൾ വളരെ ഫ്രീ ആയുള്ള ആൾക്കാരായിരുന്നു. അവന് അയിത്തം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്തുള്ള സാധനങ്ങളാണ്. കാരണം പുരോഹിത വർഗ്ഗങ്ങൾക്ക് നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളിൽ നിന്ന് മുഴുവൻ അത് പതുക്കെ ആൾക്കാരിൽ നിന്ന് മാറി മാറി വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അത്രയേ ഉള്ളൂ. ജപ്പാനിലും ഞാൻ 3 പ്രാവശ്യം പോയിട്ട് 3 വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റു രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം. അപ്പോഴേക്കും ഈ പ്രായം അനുസരിച്ച് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക എളുപ്പമല്ല. അന്നൊക്കെ പോകുമ്പോൾ ചെറിയ പ്രായമല്ലേ, 10-30കളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, എന്നാൽ പിടിച്ചോന്ന് ഞാൻ തുടക്കാനുള്ളൊരു ഇതുണ്ട്. ഇന്നിപ്പോൾ അത് നടക്കില്ല. അവിടുത്തെ ആൾക്കാരെ എനിക്കറിയാം, പല ആൾക്കാർ സ്കൾപ്റ്റേഴ്സിനെ അറിയാം എനിക്ക്. അവർ ചിലപ്പോൾ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഒരുപാട് സ്കൾപ്റ്റേഴ്സ് ഇന്ത്യയിൽ ഗ്രാനൈറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജശേഖരൻ നായർ ഗ്രാനൈറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഗഡ്നായിക് എന്നുണ്ട് ഒറീസയിലെ, അയാളുടെ ഭാര്യ നിവേദിത ഗ്രാനൈറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ഈ ഫോമിൻ്റെ പ്യൂരിറ്റി അല്ല അവർക്ക് പ്രശ്നം. അവർ ഡിസൈനാണ് ചെയ്യുന്നത്, വെറും ഡിസൈൻ. അതൊരു സ്കൾപ്ചർ എന്നുള്ളൊരു, നമ്മളെന്താ പറയുക, നമ്മുടെ ശില്പങ്ങൾ ആസിറ്റീസ് കാണുന്ന പോലെയല്ലല്ലോ. ഒരു യൂറോപ്യൻ ശില്പത്തിൻ്റെ ഒരു കഷ്ണം വോൾഫിനിട്ടാൽ വോൾഫ് ഓടി വരുന്ന റിയലിസം ഉണ്ട്. പക്ഷെ നമ്മുടെ ശില്പങ്ങൾക്ക് ആ റിയലിസം അല്ല. അതിനപ്പുറത്തേക്ക് നമ്മളെ ബ്രെയിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ ശില്പങ്ങൾക്ക്. അതാണ് അതിൻ്റെ ഗ്രേറ്റ്നെസ്. അത് പലവരിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. രാജസ്ഥാനിൽ ചെയ്തിട്ടുണ്ട്, ഒറീസയിൽ ചെയ്തിട്ടുണ്ട്, ഗോളിയറിൽ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്, മദ്രാസ് ചെയ്തിട്ടുണ്ട്,
ആ വർക്കുകളെന്ന് വെച്ചാൽ പലതും പല ടൈപ്പിലാണ് പോയതില്ലേ. ഇവരൊക്കെ ചിലയെങ്കിലും മാർബിളാണ് ചെയ്തത്. ഇപ്പോൾ ഒറീസിൽ ലാറ്ററൈറ്റ് ചെയ്തിരുന്നത്, ഗുൽബർഗയിലും ചുനാർ റെഡ് സ്റ്റോൺ, ബാംഗ്ലൂർ മാർബിളാണ് ചെയ്തിരുന്നത്. അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ പലപ്പോഴും പല ടൈപ്പാണ്. ഗ്രാനൈറ്റ് ശരിക്കും കേരളത്തിലാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കാനായിട്ട് പോകുമ്പോൾ അതിന് ഗ്രെയിൻസ് നോക്കും ഗ്രാനൈറ്റിൻ്റെ, പിന്നെ അത് തട്ടി നോക്കും. ഒരു സൈഡ് തട്ടി കഴിഞ്ഞിട്ട് ശബ്ദം നമ്മൾ നോക്കും. നല്ല നാദമാണെങ്കിൽ, ശബ്ദമുള്ള ഗാംഭീര്യമുള്ള നാദമാണെങ്കിൽ, നമ്മൾ പഴയ ആൾക്കാർ പറയും ഈ പുരുഷൻ സ്ത്രീ നപുംസകം എന്നൊക്കെ പറയുന്നത്. അതിന് നമ്മൾ പുരുഷ ഇതെന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ ശരീരം ഉണ്ടാക്കുമ്പോൾ അധികം ഡെക്കറേഷൻസ് ആവശ്യമില്ല. അവന് പില്ലർ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും, സോപാനം ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അധികം ഡെക്കറേഷൻസ് ഇല്ല. കുറച്ചുകൂടി മൈൽഡായി സ്റ്റോൺ, സ്ത്രീ സ്റ്റോൺ എന്നാണ് പറയുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാസിയൊക്കെ ചെയ്യാൻ ഒരുപാട് ഡെക്കറേഷൻ ഉണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ കുറച്ച് മൈൽഡ് സ്റ്റോണാണ് നല്ലത്. പിന്നെ നപുംസകം എന്നത് ഇപ്പോൾ നമ്മൾ ഈ തറകെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കല്ലുകേട്, അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയാണ്. നമ്മുടെ മാത്തമാറ്റിക്സ് ഒക്കെ എളുപ്പം മനസ്സിലാവുന്ന ഭാഷകളല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ 225ൻ്റെ 225 എളുപ്പമാണ്. അപ്പുറത്ത് 25 ഈ 2 4 ഒരു 2 കൂട്ടി 625 സിമ്പിളാണ് പറയുക. അതേപോലെ എല്ലാ മാത്തമാറ്റിക്സും വളരെ സിമ്പിളാണ്. പെരുക്കങ്ങൾ വളരെ സിമ്പിളാണ്. പെരുക്കുണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പം മനസ്സിലായില്ലേ. കോഴിക്കോട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ ഒരു മെക്കറ്റ് സാധനം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ബീച്ച് വന്നപ്പോഴാണ് എനിക്ക് ആ വർക്ക് ഇതിലേക്ക് കൺവെർട്ട് ചെയ്യാൻ തോന്നിയത്. ബീച്ച് ഇങ്ങനെ വളരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലം. ബീച്ചിൽ നിന്ന് കാണുമ്പോൾ അതിന് നമ്മൾ ആ ബീച്ചിൽ ഇങ്ങനെ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. തിരകൾ വന്ന് ഫുള്ള് തിരിയുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണേ ഉള്ളൂ. അപ്പോൾ അതൊരു കൊണ്ടുവരാൻ പറ്റിയത് ആ വർക്കാന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ കാരണം. പിന്നെ ഇത് സിംഗിളായിട്ട് നിൽക്കല്ലേ, കടലിങ്ങനെ പരന്നതും ഇത് നേരെ വെർട്ടിക്കലും. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഗസാക്ക് ചെയ്യാനായിട്ട് പലരുടെ അടുത്തും പറഞ്ഞപ്പോൾ പലർക്കും ധൈര്യമില്ല ഗസാക്ക് എന്നാൽ അവർ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ മറ്റേ ബാസ്റ്റൻ ബംഗ്ലാവിൽ ഞാനും ജോൺസ് മാത്യു, ഹോജിമിൻ, ജോസഫ് കൂടിയും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ പരിപാടി പറയാണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ശരി ഞങ്ങൾ സഹായിക്കാം. പിന്നെ ഇവരാണെങ്കിൽ ഇവർക്ക് ഈ ഗ്രാനൈറ്റ് ശില്പം പഠിക്കാനുള്ള ഭയങ്കര താല്പര്യത്തിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജോൺസും ജോസഫും ഹോജിമിനും ഒറ്റയ്ക്ക് അവർക്ക് ശില്പം ചെയ്യാൻ തുടങ്ങി അവർക്ക്. കാരണം അതിൽ 136 സ്റ്റോണാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഒറ്റ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരും മാറി മാറി ചെയ്തിട്ടുണ്ട് പലതും. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തതാണ്. കേരളത്തിൽ ശില്പം ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരം, ഒരു യാതൊരു വിധ രക്ഷയില്ലാത്ത സ്ഥലമാണ്. കാരണം നമ്മൾ ആധുനിക കാലത്ത് കൾച്ചറലി സിവിലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുതരം പുറത്ത് മാത്രമേ സിവിലൈസേഷനുള്ളൂ, ഉള്ളിലില്ല സാധനം. ചിത്രവും ശില്പമൊന്നും ഇവിടെ ഈ ജനങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ആർട്ടിസ്റ്റിനൊരു വർക്ക് വാങ്ങി ഈ ഡെയിലി കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ജപ്പാനിലൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാൻ തന്നെ ഒരു സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് എന്ത് പണി വരയ്ക്കാം, തുള്ളിച്ചാടാനുള്ള സ്പേസ് ഉണ്ട്, മണലിൽ തുള്ളിച്ചാടും, അതിന് സ്പേസ് ഉണ്ട് അവർക്ക്. അതേപോലെ അവർക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഫാക്കൽറ്റി തന്നെയുണ്ട്. അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനൊരു ഫാക്കൽറ്റി ഉണ്ട്. അപ്പോൾ അവർ കുട്ടിക്കാലത്ത് തന്നെ പ്രാക്ടീസ് ഉണ്ട്. നമ്മളവിടെ എഡ്യൂക്കേഷനിൽ ഈ കലയ്ക്കോ അതേപോലെ ഈ സ്കിൽഡ് വർക്കിന് യാതൊരു ഫാക്കൽറ്റി ഇവിടെ ഇല്ല. ശരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടണം. ഇപ്പോൾ നമുക്ക് എഴുത്തും വായനയെ അറിയുള്ളൂ, എഡ്യൂക്കേഷൻ ഇല്ല. അത് വരുമ്പോൾ പതുക്കെ മാറുന്നു വിചാരിക്കും. എനിക്കൊരു കുറച്ച് പ്ലാന്റേഷൻ ഉണ്ട്, റബ്ബർ, തെങ്ങ്. അപ്പോൾ ഞാനവിടെ എൻ്റെ സ്റ്റുഡിയോ അവിടെയാണ് ശരിക്കും. അപ്പോൾ അവിടേക്ക് ബസ്സോ അല്ലെങ്കിൽ ഒരാൾക്ക് നടന്നു വരാൻ അത്ര എളുപ്പമല്ല. കാരണം മൗണ്ടിൻ്റെ മുകളിലാണ്, വെസ്റ്റേൺ ഗാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ്. ആമ്പല്ലൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ. അപ്പോൾ ഞാൻ രാവിലെ ജീപ്പിൽ പോകും, ഞാൻ വർക്ക് ചെയ്യും, വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെയാണ് റൊട്ടീൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു ബഷീറിൻ്റെ പ്രതിമ ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം ആക്കി വെച്ചിട്ട് എനിക്ക് വയറ് വീർത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അത് ലിവർ കംപ്ലൈൻ്റ് ആണ്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പോയി. അതിനുശേഷം ഞാൻ ഗ്രാനൈറ്റ് പിന്നെ ഇവിടെയാണ് ചെയ്തത്, കൊല്ലത്തൊരു വർക്കിൽ. അപ്പോൾ എനിക്ക് കൊല്ലത്തൊരു വർക്കിൽ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരൊരു വർക്ക് ചെയ്തിരുന്നു, അതിനും അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ വർക്കിൽ ഞാൻ കല്ലുമ്മ തൊട്ടിട്ടേ ഇല്ല, കംപ്ലീറ്റ് ഡ്രോയിങ് ചെയ്ത് കൊടുത്ത് അവരോട് കട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ഈ വുഡ് തുടങ്ങിയത്, വുഡിൽ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ എനിക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ഷെഡുണ്ട്. ആ ഷെഡിന് സ്റ്റുഡിയോയ്ക്ക് മാറ്റി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാപ്പാട് കഴിക്കാനുള്ള കാശ് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്. അതില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റ്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ മുഴുവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗതിയില്ലാത്ത പോലെയാണ് ജീവിക്കുന്നത്. കൂലിക്ക് പണിയെടുക്കുന്നവരും അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ചിട്ട് വളരെ ദുഃഖകരമുള്ള കാര്യമാണ്. നമ്മുടെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ ഉള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ വലിയ
കലാപ്രേമികളെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ആർട്ടിസ്റ്റുമാരെ പറ്റിക്കാനുള്ളവരാണ്. അങ്ങനെയും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാനത് പറയുന്നുണ്ട്. കാരണം ആൾക്കാരെ വ്യക്തി വേണ്ടെന്ന് ഇത് ഇനി ജനങ്ങളിലൂടെ അതിനൊരു മാറ്റം വരുത്താൻ ശ്രമിക്കണം. കലാകാരന്മാർ മാത്രം വിചാരിച്ച് നടക്കില്ല. ഗാലറികളോ അതുപോലെ ആൾക്കാരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആർട്ടിസ്റ്റിനും അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് നടക്കുന്ന വെച്ചാൽ ഗവൺമെൻറ് അങ്ങനെ ബോധമുള്ളൊരു ഗവൺമെൻറ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരാണ്, കക്ഷി രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് കലയൊന്നൊരു പ്രശ്നമേ അല്ല. രാഷ്ട്രീയ ബുദ്ധിജീവികളും ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പിന്നീട് ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് വളരാൻ ചാൻസ് കൂടുതലാണ്. ഇതില്ലെങ്കിൽ അയാൾക്ക് വേറെ സൈഡ് വർക്കുകൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലോകത്ത് പല ആൾക്കാരും പല സ്കൾപ്റ്റേഴ്സും നിലനിൽക്കുന്നത് അവർ വേറെ വർക്ക് ചെയ്തിട്ട്. നോർവേയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാൾ കുണൂട്ട് എന്നൊരു പേര്. ആ കുണൂട്ട് ട്രക്ക് ഡ്രൈവറാണ്. പക്ഷേ അയാൾ ട്രക്ക് ഡ്രൈവറായാലും സ്കൾപ്റ്ററാണെന്ന് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സ്കൾപ്ചറിൻ്റെ കാര്യം വരുമ്പോൾ അയാൾ അത് ഉപേക്ഷിച്ചിട്ട് ഇതിൽ വരുന്നു. പിന്നെ ഒരു ജപ്പാനിലൊരു സ്കൾപ്റ്റർ കുക്കാണ്. ഹോട്ടലിലെ കുക്കിംഗ് നടത്തി കഴിഞ്ഞിട്ട് ശില്പം ചെയ്യുന്നു. അങ്ങനെ ഇത് ഇവിടെ മാത്രമല്ല, നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയും ഉണ്ട് ആർട്ടിസ്റ്റുമാർ. പിന്നെ അപൂർവം ഈ വലിയ ആർട്ടിസ്റ്റുകാർക്ക് മാത്രമാണ് വർക്ക് വിറ്റ് ജീവിക്കാൻ പറ്റുന്നത്. വളരെ ഡിഫറൻ്റായ നിലയ്ക്ക് പോകുന്ന പല ആർട്ടിസ്റ്റുമാർക്കും പറ്റില്ല. പിന്നെ കൊണീഷ്യസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ വർക്ക് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ക്വാളിറ്റിയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അത് നോർത്തിലുണ്ട്, കേരളത്തിലില്ല. പിന്നെ നമ്മൾ പിന്നാലെ നടക്കണം, അതിന് താല്പര്യമില്ല. പിന്നാലെ നടന്ന കുറേ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട്. വർക്കില്ലാതെ ഇപ്പോൾ വർക്കിൻ്റെ ഒരു എന്താ പറയുക സൗന്ദര്യം അല്ലെങ്കിൽ ലാവണ്യ സങ്കല്പം ഇല്ലാണ്ട് പോകും. ബിനാലെ എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ നല്ലതാണ് ബിനാലെ. കാരണം പുതിയ ആർട്ടുകൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പെട്ടുപോയ കുറേ കുട്ടികളുണ്ട്. ബിനാലെയാണ് ശരി എന്ന് പറഞ്ഞത്. നമ്മളുടെ ആർട്ട് ശരിക്കും നമ്മളുടെ പൂർവികർ ചെയ്തതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ആർട്ട് നിലനിൽക്കില്ല. നമ്മളിപ്പോൾ സാഞ്ചിയായാലും കണാറക്കായാലും മറ്റേ മധുരയിലും മഹാബലിപുരമായാലും അത് അവരുണ്ടാക്കിയുള്ള ഒരു വലിയ ഒരു സമ്പത്തുണ്ട്, കലാസമ്പത്തുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ചിത്രകാരന്മാരൊന്നും ഉണ്ടാവില്ലേ. ഇതുവരെ കേട്ടത് ശില്പി VK രാജന്റെ കലാജീവിതം. നിർവഹണ സഹായം ആദിത്യൻ SS. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.